പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലുണ്ട്. വിവേകാനന്ദ പാറയിലേക്ക് അദ്ദേഹം എത്തി. വി അരുൺ തുടരുന്നു. കന്യാകുമാരിയിൽ നിന്ന് അരുൺ, കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധ്യാനത്തിലേക്ക് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ കാര്യങ്ങൾ? ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അവിടേക്ക് കയറിപ്പോ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പാണ് കണ്ടത്. അവിടെ അദ്ദേഹം ധ്യാനമിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇവിടേക്കൊക്കെ പ്രവേശനമുണ്ടെങ്കിലും അമ്പലം ഈ ശ്രീ കാഞ്ചി കാമകോടി പീഠമടക്കമുള്ള ഇവിടെ കന്യാകുമാരി ദേവീക്ഷേത്രം അടക്കമുള്ളവരുടെ ആളുകളെ കടത്തിവിടുന്നില്ല എന്നൊരു പരാതി ഇപ്പോൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടേക്ക് ത്രിവേണി ത്രിവേണി സംഗമത്തിന് അടുത്തേക്ക് ആളുകൾ കടന്നു വരാൻ കഴിയുമെങ്കിലും അമ്പലത്തിനുള്ളിലേക്കൊന്നും ഇപ്പോഴും ആളുകളെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അതിന്റെ പരാതികൾ ഒക്കെ ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ എത്തി എന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു. ഇനിയുള്ള ഒരു 2 രാത്രിയും 2 പകലുകളും അദ്ദേഹം ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഈ ഷെഡ്യൂൾ അനുസരിച്ച്. മറ്റന്നാൾ വൈകിട്ട് മാത്രമാകും അദ്ദേഹം ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഇവിടെ നമുക്ക് ഈ ത്രിവേണി സംഗമത്തിലൊക്കെ ആളുകൾക്ക് പ്രവേശനമുണ്ട്. അവിടെ ആളുകൾ നമ്മൾ കടലിൽ കുളിക്കുന്നതും അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. സാധാരണഗതിയിൽ കന്യാകുമാരിയിലെ കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ അമ്പലത്തിനുള്ളിലേക്ക് പോലും ആരെയും കടത്തിവിടുന്നില്ല. വിവേകാനന്ദ പാറയിലേക്കും ആർക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണം. ഇവിടെ പോലും മാധ്യമങ്ങൾക്ക് ഇവിടെ ഈ ത്രിവേണിയിൽ എത്തിയെങ്കിൽ പോലും അവിടേക്ക് ഇതിനടുത്ത് പ്രധാനമന്ത്രി ഉള്ള പാറയിലേക്ക് പോകുന്ന ആ വഴിയുടെ അടുത്തേക്ക് പോലും ആരെയും കടത്തിവിടാത്ത ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ. ആയുധധാരികളായ കേന്ദ്രസേനയുടെ SPGയുടെ ഒക്കെ സുരക്ഷ ഇവിടെയുണ്ട്. തമിഴ്നാട് പോലീസിന്റെ വലിയൊരു സംഘം ഇവിടെയുണ്ട്. നിരവധി ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള മലയാളികളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ടൂറിസം സീസണാണ്. സ്കൂളുകൾ തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് ഒരുപാട് എത്തുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ ഈ ഒരു തിരക്ക് ഇവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ അവരെയൊക്കെ ബാധിച്ചേക്കാം. എങ്കിലും പ്രധാനമന്ത്രി ഇവിടെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അനിവാര്യമാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ എത്തുന്ന സാധാരണക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് ഉണ്ട് എന്നതും വസ്തുതയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വളരെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ചരിത്രപരമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ എഴുതി ചേർക്കപ്പെടാൻ പോകുന്ന ദിവസം കൂടിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ വിവേകാനന്ദ പാറയിൽ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ എത്തുന്നു. അവിടെ 2 ദിവസം മുഴുവൻ അദ്ദേഹം ധ്യാനമിരിക്കുന്നു. രാവിലെ അദ്ദേഹം ഇവിടെ ഉണ്ടാകുന്നു. നമുക്കറിയാം അതിന്റേതായ സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ കന്യാകുമാരി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സുരക്ഷാ പ്രധാനമായി രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ്. ഇന്ത്യയുടെ തെക്കേ മുനമ്പാണ്. വളരെ അടുത്താണ് രാമേശ്വരം. അതിന് വളരെ അപ്പുറമാണ്, കുറച്ച് അകലം മാത്രമാണ് ശ്രീലങ്കൻ തീരത്തേക്കുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരമേഖല കൂടിയാണിത്. സുരക്ഷാ സേനകൾ വളരെയധികം വിലമതിക്കുന്ന ഒരു മേഖല കൂടി. അതിന്റേതായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു ചുറ്റും ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും ഇന്ത്യൻ സേനയുടെ വലിയ നിരീക്ഷണമുണ്ട്. പടക്കപ്പലുകളടക്കം അണിനിരത്തിക്കൊണ്ടുള്ള സുരക്ഷാ വിന്യാസമുണ്ട്. ഒരു തരത്തിലുള്ള സുരക്ഷാ പാളിച്ചകളും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയോടുകൂടി ഇന്ത്യൻ സൈന്യം ഇന്നും നാളെയും മറ്റന്നാൾ പകലും ഇവിടെ കാവൽ നിൽക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയുള്ള 45 മണിക്കൂറിലേറെ ചിലവഴിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രത്തിലാദ്യമായ ഒരു പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ പോകുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന ആ പാറയിൽ, പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ട വിവേകാനന്ദ പാറയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ധ്യാനമിരിക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം വിവേകാനന്ദ പാറയിലാകും തുടരുക. അതുതന്നെയാണ് ഇവിടത്തെ ഈ തീരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഈ വിവേകാനന്ദ പാറയുടെ വളരെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നേരത്തെ പ്രധാനമന്ത്രി കയറിപ്പോയ വാതിലാണ് നമ്മൾ ഇതിന്റെ ഇടതുവശത്ത്, സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണാൻ കഴിയുന്നത്. അതുവഴിയാണ് പ്രധാനമന്ത്രി പാറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. അവിടെയൊന്നും ഒരാളെപ്പോലും സുരക്ഷാ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെയും അവിടെ കാണാൻ കഴിയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും വളരെ എണ്ണപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രം. അത്രയധികം ശാന്തത, സമാധാനം പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്ന മണിക്കൂറുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ശല്യവും അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. കടലിന് ചുറ്റും, ഈ പാറയ്ക്ക് ചുറ്റും
സുരക്ഷാ ഏജൻസികൾ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാത്ത തരത്തിലുള്ള ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സുരക്ഷാ സംവിധാനങ്ങൾ ചുറ്റും ഇന്ത്യയുടെ നാവികസേനയുടെ വിന്യാസങ്ങൾ, സേനാ വിന്യാസങ്ങൾ നമുക്ക് കാണാം. രാത്രി മുഴുവൻ ഉറക്കമൊഴിയാതെ ഉദ്യോഗസ്ഥർ ഇവിടെ കാത്തിരിക്കും, ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടാകും. ദൂരെ കുറച്ച് വിദൂര ദൃശ്യങ്ങളിൽ നമുക്ക് കപ്പലുകളുടെ ഒരു നിര കാണാം, നീണ്ട നിര കാണാം. അത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും അഭിമാനങ്ങളായ പടക്കപ്പലുകൾ തന്നെ ഇവിടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി അണിനിരത്തുകയാണ്.